കോളേജിലൊക്കെ പഠിക്കാൻ സമയത്ത് ചെറിയ മിമിക്രി ഒക്കെ ജസ്റ്റ് ട്രൈ ചെയ്തിട്ട്. അന്ന് ആരൊക്കെയാണ് അനുകരിച്ചിരുന്നത്? അന്ന് കൊച്ചിൻ ഹനീഫ അവർ ചെയ്തിട്ടുണ്ട്, ജനാർദ്ദനൻ സാറിനൊക്കെ. അങ്ങനല്ലേ? അങ്ങനത്തെ അയ്യോ വെട്ടപ്പെട്ടു തോമാച്ച അങ്ങനെ ഇപ്പൊ കൊറേ ആയി ഞാൻ. ആരറിയാത്തൊരു ടാലന്റ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലേ? ശരിക്കും ഇപ്പൊ ഇവിടെ പറഞ്ഞ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട എന്ത് വരായിരിക്കും ജീവിതം? ദൈവമേ, ഇന്ന് ഞാൻ വീട്ടിൽ പോകുമ്പോ എന്റെ വീട് 3 ബെഡ്റൂം മാറ്റി ഒരു 6 ബെഡ്റൂം ആക്കണേ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും? ആട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ ഇൻട്രോ ഓരോ നടന്മാർക്കും കിട്ടുന്ന ഓരോ ഇൻട്രോ, അതിൽ അബു ആണെങ്കിലും സാത്താനാണെങ്കിലും അത് രണ്ടൊരു മാസം അതിന്റെ ഇപ്പൊ 3 വരാൻ പോവാണ്. എന്താണ് അതിന്റെ അപ്ഡേഷൻ? ഇത് റിലീസ് ചെയ്യുന്ന അതിന്റെ തലേദിവസം അതിന്റെ ഷൂട്ട് കൊടുക്കും. പിന്നെ ആട് 2-ലുണ്ടായിരുന്ന എല്ലാവരും ആ സിനിമയ്ക്കകത്തുണ്ട്. ഈ വരുന്ന ക്രിസ്മസിൽ അത് എല്ലാവർക്കും തിയേറ്ററിൽ ഇരുന്ന് ചിരിച്ച് ഒരു ക്രിസ്മസ് കേക്കാണ്. ക്രിസ്മസ് കേക്ക്. ആ ക്യാരക്ടറും ചേട്ടൻ നമ്മളൊരു ബന്ധം എന്താണ്? എന്റെ ട്വിൻഡ് ബ്രദറാന്ന് പറയാം. ബാപ്പുമാനെ പറ്റിച്ചിരുന്നൊരു ചിരി. ആ ചിരിയൊക്കെ ഇതേപോലെ ചോദിച്ചു മേടിച്ചിട്ടുള്ളതാണ്. ഈ ഞാൻ 2-3 ടൈപ്പ് കാണിച്ചതിൽ ഇത് ഓക്കെയാണ്. അപ്പൊ ഇതങ്ങ് പിടിച്ച് ഇത് ഷോർട്ടിലങ്ങ് ചെയ്യുമായിരുന്നു. ഇത് ആ ചിരിച്ചതൊന്നും ജസ്റ്റ് ഒന്ന് കാണിക്കാമോ? ചിരിങ്ങനെയാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം, വെൽക്കം ടു ജാനോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. നമ്മളെല്ലാ വെക്കേഷനും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള ഒരു സിനിമ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികളും ഫാമിലി എല്ലാവരും കൂട്ടിയിട്ട് നമുക്ക് നമ്മുടെ വെക്കേഷനൊക്കെ ഒന്ന് അടിപൊളിയാക്കാം. ഈ വെക്കേഷനും കഥാപരമായിട്ട് മേക്കിംഗ് കൊണ്ട് വളരെയേറെ വ്യത്യസ്തമുള്ള ഒരു മൂവി ഇറങ്ങുകയാണ്. ആ സിനിമയുടെ പേരാണ് റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്. അപ്പോൾ ആ സിനിമയുടെ വിഷയം പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ചേരുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കര നമ്മുടെ സണ്ണി ചേട്ടനുണ്ട്, സൈജു ചേട്ടനുണ്ട്, അപർണദാസ് ഉണ്ട്, നമ്മുടെ വൈശാഖി ചേട്ടനുണ്ട്. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ പ്രത്യേകതയുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം ഇപ്പൊ എല്ലാവരും മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സൈജു കുറുപ്പ് അവതരിപ്പിക്കുന്ന ഇങ്ങനെ ഒരു ടൈറ്റിലും കൊണ്ട് വന്നിട്ട് ഭരതനാട്യം നമ്മളെല്ലാവരെയും ഞെട്ടിച്ചിട്ടും പോയതാണ്. അതുപോലെ വീണ്ടും വന്നിരിക്കുകയാണ്. സൈജു ചേട്ടാ, അതിൽ തന്നെ തുടങ്ങുക, എന്താണ് അത്? എനിക്ക് ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ടാണ് ഈ സിനിമ. ഒന്ന്, ദൈവത്തിനെ പറ്റിയുള്ള ഒരു സിനിമ, പിന്നെ നല്ല മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമ. അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ സനൂപ് യൂസുഫ്, അത് വൺ ഓഫ് ദ പ്രൊഡ്യൂസർ. സനൂപ് എന്നോട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ പ്രസൻസ് ചേട്ടൻ്റെ പേര് വെച്ചാലോ. ഞാൻ പറഞ്ഞു വെച്ചോളൂ, ഇപ്പം അതിനിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കാശിലൊന്നുമില്ല, പുള്ളിക്കും കാശിലമില്ല, എനിക്കും കാശിലമില്ല, അപ്പോൾ വെച്ചോളാം പറഞ്ഞു. അപ്പം അത് ഞാൻ ഉടനെ പറയാനുള്ള റീസണാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നല്ല മെസ്സേജ് കൊടുക്കുന്ന സിനിമ, ഓഡിയൻസ് വന്നിട്ട് അവർക്ക് ഒന്ന് എൻ്റർടൈൻമെൻറ്റ് കിട്ടണം. അതാണ് നമ്മുടെ ബേസിക്കലി സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് സിനിമയുടെ ലക്ഷ്യം. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അത് ചെയ്യുന്നുണ്ട് ഈ കഥ. രണ്ടാമത്തത്, ഇനിയിപ്പം വേറെ എന്താണ് സിനിമയിൽ നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ സിനിമയിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അല്ലെ, എന്ത് പോസിറ്റീവ് ആണെങ്കിലും ഇപ്പം ക്രൈം ഡ്രാമ സിനിമകൾ അല്ലെങ്കിൽ ത്രില്ലർ സിനിമകൾ കുറച്ച് ഡാർക്ക് ആയിരിക്കും. അതിനകത്ത് നെഗറ്റീവ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടോ നിങ്ങൾ? ഇനിയിപ്പം അങ്ങനത്തെ കഥകളിൽ പോസിറ്റീവ് ഒന്നുമില്ലെങ്കിൽ ഒന്നും എടുക്കണ്ട. പക്ഷേ പോസിറ്റീവ് കാര്യങ്ങൾ പറയുന്ന സിനിമകളിൽ നിന്ന് നിങ്ങൾ ആ പോസിറ്റീവ് കാര്യങ്ങൾ എടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കും പോസിറ്റീവായിട്ട്. അപ്പം അതുമാത്രമാണ് ലക്ഷ്യം. സോ ദിസ് മൂവി ഗിവ്സ് വേരിയസ് മെസ്സേജസ്. ദൈവം ഒരാളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, പ്രതീക്ഷപ്പെട്ടാൽ, അങ്ങനെ സംഭവിക്കില്ല നമുക്കറിയാം, അതുകൊണ്ട് തന്നെ നമ്മുടെ ജോണർ ഫാന്റസിയാണ്. പക്ഷെ പ്രതീക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം, ഇപ്പം നമുക്ക് പല പ്രശ്നങ്ങളും കാണും ജീവിതത്തിൽ. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാൾക്ക് പ്രശ്നമൊന്നും ഇല്ലാണ്ടൊന്നുമില്ല. റിച്ച് അല്ലാത്ത ആൾക്കാരുടെ പ്രശ്നം ചിലപ്പം പൈസ ഇല്ല എന്നുള്ളതായിരിക്കും. പക്ഷെ എല്ലാവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ നമുക്ക് പറയാൻ എപ്പോഴും പറ്റുന്നത് ദൈവത്തിനോടാണ്. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ അമ്മയോടോ അച്ഛനോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ ഒന്നും പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷെ നമ്മൾ എന്തും പറയാൻ പറ്റുന്ന ഒരു ആളാണ് ദൈവം. ദൈവം അങ്ങനെ പ്രതീക്ഷപ്പെടുന്നു. ദൈവത്തിന് നമ്മൾ മനസ്സിലാക്കിയത്, ദൈവം പ്രതീക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അപ്പം തന്നെ ഓക്കെ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് അപ്പം തന്നെ മിനിറ്റുകൾക്കുള്ളിൽ അത് ശരിയായെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് അതല്ല.
അങ്ങനെ ദൈവം ഒരിക്കലും ചെയ്യില്ല. ദൈവം നമുക്ക് എന്താണ് നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്, ആ പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടെത്തി നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അത് റെക്ടിഫൈ ചെയ്തിട്ട് നമ്മൾ ആ പാതയിൽ കൂടെ സഞ്ചരിച്ചിട്ട് നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ആ റൂട്ട് ചിലപ്പം ഹേർഡിൽസ് ഉണ്ടാവും, വളരെ പ്ലെയിൻ റൂട്ട് ആയിരിക്കില്ല, പക്ഷെ ദൈവം നമുക്ക് അതാണ് കാണിച്ചു തരുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല, അതിനെപ്പറ്റി ആലോചിക്കണം. എന്താണ് ദൈവം ഈ സമയത്ത് കാണിക്കാൻ പോണ റൂട്ട്? നമ്മുടെ ഈ പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ നന്മയുടെ പാദത്തിലൂടെ നടന്നിട്ട് നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇല്ലീഗലായിട്ടുള്ള ഒരു സാധനം ചെയ്തിട്ട് നമുക്ക് കാശ് പെട്ടെന്ന് ഉണ്ടാക്കാമായിരിക്കും. നമ്മൾ അതിൽ തന്നെയാണ് പോകുന്നത്. നമ്മൾ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ആ റൂട്ടിൽ പോയിട്ട് നമ്മൾ ചിലപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ സമയം എടുക്കുമായിരിക്കും. ഇത് ചിലപ്പോൾ ഒരു ദിവസം നടക്കുന്നത് നമുക്ക് 1 മാസം എടുക്കുമായിരിക്കും. പക്ഷെ ആ 1 മാസത്തിലൂടെ സഞ്ചരിച്ചിട്ട് നമ്മൾ അവിടെ എത്തുകയല്ലേ നല്ലത്. അതാണ് ദൈവം പറയുന്നത്. എല്ലാം നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും ഒരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. നമ്മൾ ദൈവത്തിനെ ഡിപ്പെൻഡ് ചെയ്യുക. ദൈവം ഇപ്പൊ ഈ പടം കഴിയുമ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് പേരെങ്കിലും അവരിരുന്ന് ആലോചിക്കും, ഓക്കെ നമുക്ക് ഈ പ്രശ്നമുണ്ട്. അപ്പം റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് സിനിമയിൽ സണ്ണി വെയിൻ ദൈവമായിട്ട് വന്ന പോലെ എൻ്റെ മുമ്പിൽ ദൈവം വന്ന് പ്രത്യക്ഷപ്പെടുവാണെങ്കിൽ അദ്ദേഹം എന്തായിരിക്കും റൂട്ട് നമുക്ക് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ സംഭവിക്കാം കേട്ടോ, സംഭവിച്ചുകൂടാ. അപ്പൊ അങ്ങനെ സംഭവിക്കാം, ആൾക്കാർക്ക് അങ്ങനെ ചിലപ്പോൾ തോന്നാം. അപ്പൊ അതുകൊണ്ട് ഈ സിനിമ ഒരു ഏജ് ബാരിയർ ഇല്ലാണ്ട് ഏതൊരു പ്രായത്തിലുള്ള ആൾക്കാർക്കും കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ വെച്ചിട്ടാണ് ഓക്കെ. അപ്പൊ തന്നെ ഇത്രയും കാര്യങ്ങൾ ഞാൻ അപ്പൊ ഓർത്തില്ലെങ്കിലും എനിക്കറിയാം ഈ സിനിമയെ പറ്റി, ഇതിനെപ്പറ്റി ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ സിനിമയെ പറ്റി. ഇദ്ദേഹം അത് എന്നോട് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ഞാൻ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞു. അടിപൊളി. എന്തായാലും വേറൊരു കാര്യം കൂടി ഏട്ടാ, ഒരു നല്ലൊരു പ്രൊഡ്യൂസർ ആയതിനു ശേഷം നല്ല അടിപൊളിയായിട്ടൊരു സിനിമേനെ നല്ല ഗംഭീരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി തുടങ്ങിയിരിക്കുന്നത്. അല്ല, ഈ A to Z കറക്റ്റ് കാര്യങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞു തീർത്ത് അടിപൊളി. സഞ്ജന, ദൈവമായിരിക്കണം അങ്ങനെ വീണ്ടും. അപ്പൊ എന്താണ് ഈ ക്യാരക്ടർ എടുക്കാൻ അല്ലെങ്കിൽ ഈ കഥ കേട്ടപ്പോ എന്താ തോന്നി ശരിക്കും? അങ്ങനെയാണ് ദൈവം നല്ലൊരു ദൈവം അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അത് ദൈവം എവിടെ ഇരിക്കുന്നത് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, സ്പേസിൽ എവിടെയാണ്. പക്ഷെ ഇവിടെ ഭൂമിയിൽ വരുന്നതും പറഞ്ഞ പോലെ ഇപ്പം സജീവായി പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരാളല്ല. ഇങ്ങോട്ട് വരാനൊരു റീസൺ ഉണ്ടായിരുന്നു. അപ്പം അത് ഒരു കാരണം എനിക്കതൊരു ഒരു ഫണ്ണായിട്ടാണ് എനിക്ക് ആദ്യം ഫീൽ ചെയ്തത് ദൈവം വരുന്നത്. ഓക്കെ, ഞാൻ പറയട്ടെ അല്ല സീക്വൻസിലേക്ക് പോകണ്ട. ഓക്കെ, ഇങ്ങനെ ഇതാണ് ദൈവം ഇങ്ങോട്ട് വരാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാരണമുണ്ട്. ഓക്കെ, നല്ല രസമുള്ളൊരു കാരണമാണ്. സാധാരണ അത് പക്ഷെ നല്ല രസമുള്ളതാണ്. നമ്മള് പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ്. അതൊരു നോർമൽ ആളുടെ റിയാക്ഷൻ, നമ്മളൊക്കെ റിയാക്ട് ചെയ്യുന്ന ഒരു സംഭവം. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ സാധാരണയായിട്ട് പെർഫെക്റ്റ് അല്ലാത്ത ഒരാള്, ആൾക്ക് പ്രശ്നങ്ങളുണ്ട്, ആൾക്ക് പരിഭവങ്ങളുണ്ട്, അങ്ങനത്തെ ഒരാളുടെ ജീവിതത്തിലേക്ക് ഒരു ദൈവം വന്നിട്ട് അയാളെ കറക്റ്റ് ചെയ്യിപ്പിക്കുന്നതാണ് ബേസിക്കലി. പക്ഷെ അതിന് കുറെ രസകരമായിട്ടും ഇമോഷണലിയും ഇതിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ചിലപ്പം ഒന്ന് കുറച്ച് കണ്ണ് നനയാവുന്ന പോർഷൻസും ഉണ്ട്, ചിരിക്കാവുന്ന പോർഷൻസും ഉണ്ട്. അങ്ങനെ ശ്രീനാഥ്, ഇപ്പം നമ്മളെല്ലാരും ദൈവവിശ്വാസികളാണ്, നമ്മൾ നല്ലപോലെ ദൈവത്തിനെ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ നീ ഒരു പ്രാവശ്യം അമ്പലത്തിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നീ അമ്പലത്തിൽ പോകുന്ന ആളുമാണ്, എല്ലാം ഓക്കെയാണ് നമ്മള്. പക്ഷെ ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ നമ്മൾ തന്നെ ദൈവത്തിനോട് ചോദിക്കും, ദൈവം ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ദൈവം ഇത് ശരിയാക്കി തരുന്നില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഒരു നിമിഷമെങ്കിലും നമ്മൾ ദൈവത്തിന്റെ അഗൈൻസ്റ്റ് ആവും. അതാണ് പുള്ളി പറഞ്ഞത്. ആ എഗെയിൻസ്റ്റ് ആകുന്ന നിമിഷത്തിലാണ് അത് ദൈവത്തിനത് ഹേർട്ട് ചെയ്യും ആക്ച്വലി. അതെ, അതായത് ഇയാളുടെ ഉള്ളിലത്തെ പ്രശ്നം കാരണം തന്നെയാണ് ഇത് സംഭവിച്ചത്, വാട്ട് ഓർ ഹാപ്പൻ. പക്ഷെ ഇയാൾ അപ്പോഴും എന്നെയാണ് കുറ്റം പറയുന്നത്, സ്വന്തമായിട്ട് റെക്ടിഫൈ ചെയ്യാൻ. അതാണ് സാർ, ആവശ്യമില്ല ദൈവത്തിന് കുറ്റം പറഞ്ഞോ.
അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുള്ളി ഇവിടെ വരും, കുറെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കാണിച്ചു തരും. അതായത് ദൈവത്തിന് ഈഗോ അടിക്കുന്ന Exactly, ഞാൻ പറയാൻ വരെയായിരുന്നു. ദൈവത്തിന് ഈഗോ എടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി. അല്ല ശരിക്കും അങ്ങനെ ഒരു ഇപ്പൊ ഈ പറയുന്ന പോലെ അങ്ങനെയും സംഭവിക്കല്ലേ. എല്ലാം ചെയ്തിട്ട് നമുക്കൊരു അബദ്ധം പറ്റുമ്പോ എന്നാൽ ഇന്നലെയും കൂടി പ്രാർത്ഥിച്ചിട്ട് എന്നോട് ചെയ്തോ ഇന്നലെ വന്ന് കേട്ടോ എത്രയോട് വഴിപാട് നടത്തുക എന്നിട്ടും എന്നോട് കാണിച്ചില്ല, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. പിന്നെ ചിലവര് ഓപ്പൺ ആയിട്ട് പറയും ഇന്ന് തൊട്ട് ഇനി ഞാനൊരു ദൈവവിശ്വാസിയല്ല, എന്റെ ജീവിതത്തിൽ ഇതാണ് സംഭവിച്ചത്. കുറെ മുമ്പ് കുറെ കാര്യങ്ങൾ നടത്തിയിരുന്നു. ദൈവത്തിനും ഈഗോ അടിക്കാം അല്ലേ? അതെ. എന്തായാലും എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? എനിക്ക് ഭയങ്കര അടിപൊളി. വൈശാഖനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാലൊരു പരിക്കും വെച്ചുകൊണ്ടാണ് ഈ സിനിമേനെ കംപ്ലീറ്റ് അല്ലേ നല്ല കൊണ്ടുപോയത്. അതൊരു വലിയൊരു മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ രക്തം കണ്ടിട്ടാ തുടക്കം, അവാർഡ് നോക്കിയാറും. എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഇത് ഫസ്റ്റ് എന്റെ കഥ വിളിച്ച് പറഞ്ഞതിന്റെ റൈറ്റർ വിളിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഫോണിൽ കൂടെയാണ് ഫുൾ നരേറ്റ് ചെയ്തത്. എനിക്കിത് കേട്ടപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞത്, ഇത് ദൈവം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു, അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് കൊള്ളാലോ എന്നൊരു സാധനം പറഞ്ഞു. പിന്നീട് ഈ കഥ പോകുന്നത് ഫസ്റ്റൊക്കെ ഭയങ്കര ജോലി പരിപാടിയിൽ പോയിട്ട് പിന്നീട് ശരിക്കും ഫാമിലി ഒരു ബന്ധങ്ങൾ പരിപാടി, അച്ഛൻ മകൻ ആ ഒരു പരിപാടിയിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫൺ മാത്രമല്ല കുറെ ഇമോഷണൽ എല്ലാ രീതിയിലും കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതില് ഏറ്റവും യങ് ക്യാരക്ടർ എന്റെ ക്യാരക്ടറാണ്. അപ്പോ ഈ പ്രായത്തിൽ ചെയ്യുന്ന കുറച്ച് ഇതന്നെ നമ്മുടെ സിറ്റുവേഷൻസ് ആണ് ചിലപ്പോൾ നമ്മളെ ദൈവത്തെ കുറ്റം പറയിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇതിലും എന്റെ ക്യാരക്ടർ അങ്ങനെ ദൈവത്തെ കുറ്റം പറയും, ദൈവമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു പോയിന്റിൽ നിൽക്കുന്ന സമയത്താണ് ജിജോ വഴി കറങ്ങി തിരിഞ്ഞ് എന്റെ അടുത്തേക്ക് എത്തുന്നത്. സോ ആ പോയിന്റ് കറക്റ്റ് ആണ്. ആ ദൈവവും എന്താ പറയാ ദൈവത്തിന്റെ എപ്പോഴും ഓറയുണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് ഷൂട്ടിംഗ് സെറ്റിൽ ആ ഷോട്ട് കഴിഞ്ഞിട്ടുള്ള ദൈവം എങ്ങനെയാണ്? ഷോട്ട് കഴിഞ്ഞിട്ട് ഞാനും സണ്ണിച്ചേട്ടനും സത്യം പറഞ്ഞാൽ 2 ദിവസത്തെ പരിപാടിയിലാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് കൂടുതലും സഹിച്ചോണ്ട് ഒപ്പം വരുന്നത് ഒരു കാറിലുള്ള പരിപാടി. പിന്നെ വീട്ടില് മറ്റേ ലെറ്റർ ദൈവം എനിക്ക് കാണാൻ പറ്റില്ല, അത്രേ കാണാൻ പറ്റുന്നുള്ളൂ. കണ്ടിട്ടില്ല, ലിസ്റ്റ് ഒന്ന് കണ്ടപ്പോഴേക്കും പോയി. ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഇപ്പൊ ഇവിടെ പറഞ്ഞ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട എന്ത് വരായിരിക്കും ചോദിക്കുക? ഇവിടെ കുറച്ച് മരങ്ങൾ കണ്ടുപിടിക്കേണ്ടി എനിക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഇപ്പൊ ഈ സെക്കൻഡ് ആണെങ്കിൽ ഈ പടം ഭയങ്കര ഹിറ്റ് ആവണം, ശരിക്കും പറയണം, കൊറേ പൈസ തരണമെന്ന് പ്രൊഡ്യൂസർ ആണോ അല്ലെങ്കിൽ വേറെ? അല്ലല്ല, ദൈവമല്ലേ, ദൈവത്തിനോട് ചോദിക്കാലോ. ദൈവമേ ഇന്ന് ഞാൻ വീട്ടിൽ പോകുമ്പോ എന്റെ വീട് 3 bedroom മാറ്റി ഒരു 6 bedroom ആക്കണേ, എന്നിട്ട് അപ്പം അതിന് ഒരു വലിയ അലമാര നിറച്ച അത്രയും പൈസ. അപ്പൊ എനിക്കൊരു 4-5 മേടൊക്കെ വെക്കാനോ ഐ മീൻ എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് തരുന്ന ദൈവമേ. ഇൻകം ടാക്സ് ഒന്നും പ്രശ്നമില്ല. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയാം എനിക്ക് എല്ലാ മാസവും ഇത്രയും തുക മതി, മാസം കൂടെ ചേർത്ത്. നമുക്ക് ഇപ്പൊ ഇതിന്റെ ലൊക്കേഷനൊക്കെ എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു ലൊക്കേഷൻ തൊടുപുഴയായിരുന്നു മെയിനായിട്ട്. പ്രകൃതിരമണീയമായ പല വെർജിൻ ലൊക്കേഷൻസിലും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പ് ഷൂട്ട് ചെയ്ത ചില ലൊക്കേഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ രണ്ടുപേരുള്ള ഒരു ലൊക്കേഷൻ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ വീടായിട്ട് കാണിച്ചിരിക്കുന്നത്, എൻ്റെ അപ്പമ്മയുടെ വീടായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു വീടുണ്ട്. അതിൻ്റെ ഒരു ഹെലിക്യാം ഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വീട് ഭയങ്കര രസമാണ് കേട്ടോ. അത് റോഡിൽ നിന്ന് കാണുന്നത്, റോഡ് സൈഡിലാണ്. അതിന്റെ പുറകിൽ നമ്മൾ പണ്ടല്ല ഇപ്പോഴും ആ പെയിന്റിങ് ഒരു വീട്, അതിന്റെ പുറകിൽ ഇങ്ങനെ മൗണ്ടൻസ്, അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് ഇങ്ങനെ അതുപോലത്തെ ഒരു സ്ഥലം നമ്മൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് ആ പിക്ചർ കൊച്ചിലോട്ട് കാണുന്ന പിക്ചർ ഓർമ്മ വരുന്നു. അതുപോലത്തെ ഒരു ഉഗ്രം വീട്. അടിപൊളി. ഈ ചില സ്ഥലങ്ങളൊക്കെ പോയി നമ്മുടെ മൈൻഡ് അവിടെ ലോക്കായിരിക്കുമല്ലേ ചില ലൊക്കേഷനിൽ? സണ്ണിച്ചേട്ടൻ പോയാൽ ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ ഏതാ? ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. പുള്ളിയുടെ ഉഗ്രം ലൊക്കേഷനിലാണ് പുള്ളിയുടെ വീട് തന്നെ, വയനാട്. ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. ഇപ്പം നീലാകാശത്തിന്റെ സമയത്താണെങ്കിലും സെക്കൻഡ് ഷോയുടെ സമയത്താണെങ്കിലും കുറെ നമ്മുടെ മോസയിലെ കുതിരവയും ചെയ്യുന്ന സമയത്ത് ആൻഡമാൻസിലെ ലൊക്കേഷൻസ്.
അതെല്ലാം ഒരുപാട് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ലൊക്കേഷൻസ്. ഇപ്പോൾ വീട് വയനാടല്ലേ? വയനാട് ഇപ്പോൾ ചെറുപ്പം മുതലേ ഉള്ള താമസിച്ചു വരുന്ന വീടാണോ അത്? തറവാട് വീട് പോലെ വളർന്നൊക്കെ എല്ലാം അവിടെ. വയനാട്ടിലാണ്. ഓക്കെ. ഈ സണ്ണിച്ചേട്ടനെ കുറിച്ച് ഇപ്പം നമ്മൾ ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ സണ്ണിച്ചേട്ടൻ ബാക്കിലോട്ട്, അതായത് സെക്കൻഡ് ഷോയുടെ മുമ്പിൽ ആരാന്ന് വെച്ചാൽ ഒരാൾക്കും അറിയില്ല. ഒപ്പം വർക്ക് ചെയ്തവർ എത്ര പേരെ ഞാൻ വിളിച്ച് ചോദിച്ചെന്നറിയാമോ? ആർക്ക് ശരിക്കും പഠിക്കുന്ന ടൈമിലൊക്കെ എന്തായിരുന്നു ചെയ്തത്? എന്താണ് അന്നൊക്കെ കലാപരമായിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നു? കലാപരമായിട്ട് പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെറിയ മിമിക്രി ഒക്കെ ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് സൗണ്ട് അനുകരിക്കുക. അനുകരിക്കാൻ. അന്ന് ആരൊക്കെയാണ് അനുകരിച്ചിരുന്നത്? ഇത് ചേച്ചി പറഞ്ഞിട്ടില്ലട്ടാ. അന്ന് കൊച്ചിനീഫ അവര് ചെയ്തിട്ടുണ്ട്. പിന്നെ ജനാർദ്ദനൻ സാറിനൊക്കെ. ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടൊന്നല്ല ചെയ്തത്. അന്ന് നല്ല കയ്യടി കിട്ടിക്കൊണ്ടിരുന്ന സാധനമായിരുന്നു കൊച്ചിൻ ഒക്കെ ആയിരുന്നു. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ ചെയ്തിട്ട് കുറെ ആയി. അങ്ങനല്ലേ? അങ്ങനെ തന്നെ ഡയലോഗ് കിട്ടില്ല. ജനാർദ്ദനൻ സാറിന്റെ തങ്കപ്പനാണ്. അയ്യോ വെട്ടപ്പെട്ട തോമാച്ച അങ്ങനെ കൊറേ ആയി. ഞാൻ ആരറിയാത്തൊരു മിമിക്രിക്കാരൻ ഇത് ഇനിയല്ല ഇന്റർവ്യൂവിൽ അടുത്തത് പഠിച്ചു വെച്ചോ. ഈ മിമിക്രി എന്ന് പറഞ്ഞ കല എനിക്ക് ഭയങ്കര നമിക്കുന്ന ഒരു കലയാണ്. ഭയങ്കര ഹാർഡാണ് അത്. അത് ആർക്കെങ്കിലും അറിയാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ്. തീർച്ചയായിട്ടും. സണ്ണിയുടെ ആദ്യമായിട്ട് ചിലപ്പോൾ എനിക്കൊന്ന് എല്ലാവരും ആദ്യമായിട്ട് എനിക്ക് അറിയാമോ നിങ്ങൾക്ക് ഈ പരിപാടി? ഞാൻ ഏതൊരു ഇന്റർവ്യൂല് 2-3 കൊല്ലം മുന്നേ ചെയ്യുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അന്ന് ഈ മിമിക്രി ആ ഒരു ടൈമിൽ മിമിക്രി ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് സ്റ്റെപ്പ് സിനിമയാണ്. അന്നൊക്കെ എല്ലാവരും പറയുമായിരുന്നോ സിനിമയിലേക്കൊക്കെ ട്രൈ സണ്ണി? എന്തായാലും അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് എഞ്ചിനീയറിംഗ് ചെയ്തോണ്ട്. ആ സമയത്ത് സ്റ്റേജിലോട്ട് അങ്ങനെ വലിയ എൻട്രി കിട്ടാറില്ല. പിന്നെ നമ്മളൊരു ഒരു ഉഴപ്പനായിട്ടുള്ള സ്റ്റുഡൻ്റ് ഒക്കെയാണ്. ഈ പറഞ്ഞാല് ഒരു പ്രാവശ്യം ഞാണ്ട് യൂണിവേഴ്സിറ്റി കലോത്സവം മീൻസ് അവിടെ നടക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിന്റെ പരിപാടിക്ക് എങ്ങാണ്ട് ജസ്റ്റ് കയറിയിട്ട് ഇങ്ങനെ പെർഫോം ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനതൊരു റിഹേഴ്സൽസോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ നേരെ ഡയറക്റ്റ് ചെന്ന് ചെയ്തു. അതുകൊണ്ട് മാത്രം കിട്ടിയില്ല. പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ചിലപ്പം പിന്നെ സിനിമ എന്ന് പറയുന്നത് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അത് എങ്ങോട്ട് പോകണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ അതൊരു എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് ശ്രീനാഥും റൈറ്റർ വിനിയൊക്കെ. അപ്പൊ അവര് എറണാകുളത്ത് ഉണ്ടായിരുന്നു. അവർ കോളേജ് കഴിഞ്ഞ് പിന്നെ വിനി ഇവിടെ എറണാകുളത്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. പിന്നെ അവര് ജോലി വിട്ടൊരു സമയം ശ്രീനാഥ് പിന്നെ നോയിഡയിൽ ഫിലിം മേക്കിംഗ് പഠിക്കാൻ പോയ സമയം. പിന്നെ അവൻ ഇവിടെ തിരിച്ചു വന്ന് ഇവിടെ ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞ സിനിമ അസിസ്റ്റ് ചെയ്യുന്ന സമയം ഞാനിങ്ങനെ ബാംഗ്ലൂരൊക്കെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ കൊച്ചിയിലൂടെ എത്തി. അപ്പോൾ എത്തി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയം. ആ സമയത്ത് ശ്രീനാഥ് സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ സിനിമ ഉണ്ടാകുമെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. സെക്കൻഡ് ഷോയുടെ കഥയൊക്കെ ഉണ്ടായി. ആ ഉണ്ടായ സമയത്ത് അതിനകത്ത് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. കുരുടി അല്ല, വേറൊരു ക്യാരക്ടറാണ്. അപ്പം അത് പിന്നെ അതായിരുന്നു ഉണ്ടായിരുന്നു. അപ്പം പ്രത്യേകിച്ച് എനിക്ക് എന്താണ് അതിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ഒരു സമയത്ത് ഈ കുരുടി എന്ന് പറഞ്ഞൊരു കുരുടി സ്ക്രീൻ പ്ലേ ഒക്കെ എഴുതിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുരുടി ഗംഭീര ക്യാരക്ടർ, അത് ചെയ്യുന്ന ആൾക്ക് ജീവിതത്തിൽ നല്ല ഗുണം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദൈവം അതങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, മനസ്സിലായി. കുട്ടിക്കാലം പോലെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതങ്ങനെ അങ്ങനെ കറങ്ങി തിരിഞ്ഞിരുന്ന് അതൊരു ഓഡീഷനിലോട്ടൊക്കെ പോയി അവസാനം കുരുടിയായി പെർഫോം ചെയ്യാൻ സാധിച്ചു. അതിനാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്തത്. കുരുടിയെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ പ്രിപ്പയർ ചെയ്തത്. അങ്ങനെയാണ് സിനിമയിലേക്കുള്ള ടിക്കറ്റ് നേരെ വന്നേക്കുന്നത്. കഴിഞ്ഞ് പിന്നെ തട്ടത്തിമറത്തി കൂടിയും ഒരു ഗസ്റ്റ് റോൾ പിന്നെ ഇങ്ങനെ വന്നു. ശരിക്കും ഇപ്പോൾ DQ നമ്മുടെ ദുൽഖറായിട്ടുള്ള കോമ്പിനേഷനിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി വെയിറ്റ് ചെയ്യും. ഇപ്പോൾ അവസാനം ദൈവം വരെ എത്തിയില്ലേ? എവിടെ മലയാള സിനിമയുടെ ദൈവമായി മാറിയിരിക്കുകയാണ് പറയും. ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ക്യാപ്ഷനാണ് മലയാള സിനിമയുടെ ദൈവം
അല്ല, ഒരു സ്ഥലത്ത് സാത്താനും ചെയ്തിട്ടുണ്ട്, അതെ, ഒരു സ്ഥലത്ത് ദൈവം. അതെ. ദൈവം, അതെ. ഇപ്പൊ ചെയ്യുന്ന ഒരു സിനിമയ്ക്കകത്ത് ലൂസിഫർ ആയിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് എങ്ങോട്ടാ പോണത്? അത് ഇത്രയും മാറ്റങ്ങളോ? ഓക്കെ. ശരിക്കും ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് മുമ്പേ കിട്ടുന്ന ഒരു കാര്യം ചോദിക്കണം. ഇപ്പൊ ആട് 3 എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം. അതിൽ രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ ഇൻട്രോ ഓരോ നടന്മാർക്കും കിട്ടുന്ന ഓരോ ഇൻട്രോ ഇപ്പോഴും മനസ്സിൽ ഒരു മാസമായിട്ട് ഓർത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണത്. ഭയങ്കരമായിട്ട് അതിൽ അബു ആണെങ്കിലും സാത്താനാണെങ്കിലും അത് രണ്ടൊരു മാസമാണ് തിയേറ്ററിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ രോമാഞ്ചം വരരുത്. അപ്പോൾ അതിൻ്റെ ഇപ്പം 3 വരാൻ പോകുന്നു. എന്താണ് അതിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയാമോ? അപ്ഡേഷൻ ഇപ്പം മെയ് 16th ഇത് റിലീസ് ചെയ്യുന്ന അതിന്റെ തലേ ദിവസം അതിന്റെ ഷൂട്ട് തുടങ്ങും. സ്റ്റാർട്ട് മെയ് ചെയ്യുന്നത് 16th ഗോഡ് റിലീസ് ആവുന്നത്. മെയ് 15th ആട് 3 ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അറൌണ്ട് 120 days അങ്ങാണ്ട് അതിന്റെ ഷൂട്ട് ഉണ്ട്. പിന്നെ ആട് 2 ഉണ്ടായിരുന്ന എല്ലാവരും ആ സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ കുറച്ചുകൂടെ ലാർജ് സ്കെയിലാണ് സിനിമ വരാൻ പോകുന്നത്. പിന്നെ ഈ വരുന്ന ക്രിസ്മസിൽ അത് എല്ലാവർക്കും തിയേറ്ററിൽ ഇരുന്ന് ചിരിച്ച് ഒരു ക്രിസ്മസ് കേക്കാണ്. ക്രിസ്മസ് കേക്ക് ആയിരിക്കും. ഓക്കെ. നമ്മുടെ അബു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ പോകുന്ന ഇപ്പോഴും ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടി കണ്ടിട്ടുണ്ട് ഒരു ടൂറിസ്റ്റ് ബസ്സിൽ ഇപ്പൊ സ്റ്റിക്കറിങ് എല്ലാം മാറ്റിയിട്ടും പുറകിൽ അറക്കൽ അബുവിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് പോയേക്കുന്നത്. ചേട്ടാ ആ ക്യാരക്ടറും ചേട്ടൻ നമ്മളൊരു ബന്ധം എന്താണ്? ഭയങ്കര ബന്ധമാണ്. എൻ്റെ ട്വിൻഡ് ബ്രദറാന്ന് പറയാം. വിജയബാബു സെക്കൻഡ് ആർഡ് റിലീസാകുന്നതിന് മുമ്പ് പ്രിവ്യൂ കഴിഞ്ഞിട്ട് വിജയബാബു എന്നോട് പറഞ്ഞ ആ ജീവനാന്ത കാലം, ഞാൻ മലയാളത്തിൽ അങ്ങനത്തെ ഒരു വേർഡ് ആദ്യമായിട്ടാണ് കേട്ടത്. ആ ജീവനാന്ത കാലം അത് ഞാൻ പഠിച്ചു വെച്ചു എവിടെയെങ്കിലും ഇന്റർവ്യൂല് പറയാൻ വേണ്ടിയിട്ട്. അപ്പം പുള്ളി പറഞ്ഞാൽ ആ ജീവനാന്ത കാലം നിങ്ങളെ സൈജു കുറുപ്പ് എന്നുള്ള പേര് കഴിഞ്ഞിട്ട് അറക്കൽ അബു എന്നായിരിക്കും നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത്. അത് കറക്റ്റാണ്. എവിടെ പോയാലും അബു 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 അങ്കിള്, അബൂക്ക, അബു ചേട്ടൻ, ഇങ്ങനെ ഭയങ്കര. എനിക്ക് സണ്ണിയുടെ നമ്മുടെ ഫസ്റ്റ് ആഡില് സണ്ണിയുടെ ഇൻട്രോ ഉണ്ട്. സണ്ണി ഇങ്ങനെ നടന്ന് ഇങ്ങനെ പ്രൊഫൈലിൽ ഇങ്ങനെ നടന്ന് സത്താൻ സേവിയർ എന്ന് പറഞ്ഞ മ്യൂസിക്. അതിനകത്ത് സണ്ണി ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കറക്കുന്നത്. അതിന് ഞാൻ ആദ്യമായിട്ട് അത് ഡബിങ്ങിൽ കണ്ടപ്പം അപ്പോഴാണ് അത് കാണുന്നത്. എനിക്ക് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ തോന്നി. ഭയങ്കര രസമായിട്ട് കറക്കുന്നുണ്ട്. സ്ലോ മോഷൻ ആയിരുന്നു. നല്ല മഴ. സാധനം എന്താന്നുള്ളതേ എന്തായാലും ഭയങ്കര സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സിനിമ വന്നതിന് ശേഷം ഞാനത് DVD-യിൽ ഞാനത് പോസ് ചെയ്ത് നോക്കി. ആ സാധനം എന്താണെന്നറിയോ? മോർഫിസ് ബ്രാൻഡിയുടെ കാലിക്കുപ്പിയാണ്. ഇതായിരുന്നു സംഭവം. ഇതൊക്കെ കഴിഞ്ഞപ്പോ നമ്മുടെ തേർഡ് വരാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഇതിലും ഈ പറയുന്ന പോലെ അബുവിനും കാണിക്കാൻ പറ്റുന്ന മാജിക് ഒക്കെ അതിലും ഉണ്ടായിരുന്നു. ഉണ്ട്, സ്ക്രിപ്റ്റില് ഓൾറെഡി ഉണ്ട്. അത് എപ്പോഴും 1, 2, 3 എല്ലാത്തിലും ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മള് ഡെഫിനറ്റ്ലി നമ്മള് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരുപാട് ഐഡിയാസ് കിട്ടും. പിന്നെ ഞാൻ ഐഡിയാസ് ചോദിക്കുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ എനിക്ക് ഒരുപാട് ഐഡിയാസ് വരാത്ത ഒരാളാണ്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഇപ്പം നമുക്ക് ദൈവമായിട്ട് നമുക്ക് ആ ഒരു സിദ്ധി തന്നിട്ടുണ്ട്. ഒരുപാട് ഐഡിയാസ് നമുക്ക് ഓൾറെഡി വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പോയി ആൾക്കാരുടെ സഹായം ചോദിക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. ചില അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇത് അവർക്കും അറിയാം ഞാൻ ഡിസ്റ്റർബ് ചെയ്യല്ലോ. എന്ന് വെച്ചാൽ എനിക്ക് ആ സിദ്ധിയില്ല. ജയസൂര്യ പോലത്തെ ഒരു നടനും മിഥുൻ മേനോൻ തോമസിനും വിജയബാബു പോലത്തെ അത്യാവശ്യം ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാർക്ക് ഇതിനെ പറ്റിയൊക്കെ ഐഡിയാസ് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അവരോട് പോയി ഞാൻ ചോദിക്കും, ഇവിടെ എന്തെങ്കിലും അബുവിന് കയറ്റാൻ പറ്റുമോ, എന്തെങ്കിലും കയറ്റാൻ പറ്റുമോ? അങ്ങനെ അവരെനിക്ക് പറഞ്ഞു തരാറുണ്ട്. അതിൻ്റെ ബെസ്റ്റ് ഞാനും ഇതിനും കൂടെ തീരുമാനിച്ചിട്ട് നമ്മളത് എക്സിക്യൂട്ട് ചെയ്യും. അവിടെ എനിക്ക് ചില റിയാക്ഷൻസ് എന്തായിരിക്കും ഇവിടെ കൊടുക്കേണ്ടതെന്നുള്ളത് കൺഫ്യൂഷൻസ് വരും. നമ്മളിപ്പം ഭയങ്കര ബോൺ ആക്ടർ ഒന്നും അല്ലല്ലോ. നമ്മൾ ഇത്രയും പടങ്ങൾ ചെയ്തപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ പഠിച്ചു, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കാറുണ്ട് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പം എന്നെ സെക്കൻഡ് ആർട്ടിൽ ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ ലോലന്റെ ക്യാരക്ടർ ചെയ്യുന്ന ഹരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു എല്ലാവരോടും ചോദിച്ച് മനസ്സിലാക്കി. അതില് സൈഡാ നമുക്ക് ആ വണ്ടിയിൽ പോകുമ്പോൾ ഒരു ചിരിയില്ലേ, പണ്ട് ബാപ്പമാനെ പറ്റിച്ചിരുന്നൊരു ചിരി, ആ ചിരിയൊക്കെ ഇതേപോലെ ചോദിച്ചു മേടിച്ചിട്ടുള്ളതാണ്. ചിരി ചോദിച്ചു അല്ല മറ്റേ അത് ചിരി ചോദിച്ചു മേടിച്ചതല്ല. അതെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ ഈ ഫസ്റ്റ് ആഡ് ചെയ്യണ സമയത്ത്
ചിരിക്കേണ്ട സിറ്റുവേഷൻ ആണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ ഞാൻ പല രീതിയിൽ ആ വണ്ടിയിൽ തന്നെ ഇരുന്ന് അപ്പൊ ഷോട്ട് നടക്കുന്നില്ല. ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ടിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ. അപ്പൊ വണ്ടിയിൽ വേറെ ആരും ഇല്ല. ഞാൻ പക്ഷേ ഇപ്പുറത്തെ സീറ്റിൽ ഇരുന്ന് ഞാനിങ്ങനെ ആലോചനയാണ്. അപ്പൊ ഇങ്ങനെ എങ്ങനെ ചിരിക്കണം, എങ്ങനെ ഇരിക്കണം എന്നുള്ള ആലോചനയിൽ ഞാൻ ഇങ്ങനെ ചിരിച്ചു. അപ്പൊ ഇങ്ങനെ ചിരിച്ചപ്പോഴത്തേക്കും ഡിബിൽ ദേവ് ഉണ്ടായിരുന്നു അസോസിയേറ്റ്. ഡിബിൽ ദേവ് അവിടെ വണ്ടിയുടെ അപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. ചേട്ടാ ഇത് പിടിച്ചു കേട്ടാ, ഇത് ഉഗ്രനാ, ഇത് ഉഗ്രന. അപ്പൊ ഒരാളുടെ ഒരു അഭിപ്രായം കിട്ടിയല്ലോ. അപ്പൊ എനിക്ക് സെലക്ഷൻ ഈസിയായി. ഈ ഞാൻ 2-3 ടൈപ്പ് കാണിച്ചതിൽ ഇത് ഓക്കെയാണ്. അപ്പൊ ഇതങ്ങ് പിടിച്ച് ഇത് ഷോർട്ടിലങ്ങ് ചെയ്യുമായിരുന്നു ഇത്. അങ്ങനെ ചിരിച്ചു. അപ്പൊ അത് മിഥുൻ ഓക്കെയായി. പിന്നെ കരച്ചിൽ ഈ പറഞ്ഞത് അപ്പൊ രണ്ടും ഒരേപോലെയാണ്. കരച്ചിൽ വെച്ചാൽ ഈസിയായി. ഈ പാറ്റേൺ കൊടുക്കാൻ ആ ചിരിയില്ലേ ചേട്ടാ ശരി, ആ ചിരിച്ചതൊന്നും ജസ്റ്റ് ഒന്ന് കാണിക്കാമോ? അത് ആക്ച്വലി കരയുവാണോ ചിരിക്കുവാണോ എന്നുള്ളൊരു സംശയം തോന്നുമ്പോ ചിരിക്കണേ. ഒരു ഉഗ്ര സാധനം നമ്മളോട് എന്ത് നടക്കുന്നതായിട്ട് കണ്ണൊക്കെ എഴുതിയിട്ടൊക്കെ ഗംഭീര. ഓ എന്റെ അമ്മ ആ ക്യാരക്ടർ രക്ഷയില്ല. രണ്ടുപേരും ആ സാധനത്തില് തകർന്നിട്ടുണ്ട്. എന്തായാലും അറക്കിനപ്പോ എന്നും നോക്കും പറയാൻ ചേട്ടന്റെ കറക്റ്റ് കാര്യമായിട്ടാ പറഞ്ഞത്. ഫസ്റ്റ് ആഡില് ഡബിൾ റോൾ ആയിരുന്നു അല്ലേ സണ്ണി? ഫസ്റ്റ് ആഡില് ഞാൻ ഡബിൾ റോൾ ചെയ്തു. മീൻസ് അതായത് പുള്ളിയുടെ അപ്പൂപ്പന്റെ ഒരു അത് സണ്ണി തന്നെയായിരിക്കും. എന്നാലും മൊത്തത്തിലൊരു കളർഫുൾ മൂവി തന്നെയാണ് അത്. ഇപ്പൊ അതിപ്പോ തേർഡ് അനൗൺസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പേഴ്സണലി ഒരു സന്തോഷമൊക്കെ ഇല്ലേ? വീണ്ടും നമ്മുടെ ടീമുകൾ അല്ല ഓൾറെഡി നമ്മളിപ്പം ആട് തന്നെയല്ല, ഓൾറെഡി ഒരു പടം ചെയ്ത് ഹിറ്റ് ഓർ ഫ്ലോപ്പ്. ആ പടത്തിന്റെ തന്നെ ടീം വേറൊരു പടം ചെയ്യാതായിരിക്കും. അപ്പൊ 2ാമത്തെ ഭാഗം 3ാമത്തെ ഭാഗം എന്നുള്ളതല്ല, നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഹീറോ ആയിരിക്കും കോമൺ ഫാക്ടർ. ആ ഹീറോ ആയിട്ട് അഭിനയിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ജെല് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അവരോട് വീണ്ടും വർക്ക് ചെയ്യാൻ. അങ്ങനെ കോ ആക്ടേഴ്സ് അല്ലെങ്കിൽ ക്യാമറമാൻ. ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത് ഷഹനാസ് ജലാലും വിഷ്ണു നാരായൺ എന്ന് പറഞ്ഞ ആട് 1-2യുടെ ക്യാമറമാനാണ്. ഇവരുമായിട്ടാണ്. അപ്പോൾ ഇവർ ആണ് ക്യാമറമാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. മിഥുൻ്റെ പടങ്ങളിൽ അഭിനയിക്കുക, അല്ലെങ്കിൽ ജിജു ആന്റണിയുടെ ഞാൻ മൾട്ടിപ്പിൾ മൂവീസിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ പടങ്ങളിൽ അഭിനയിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ അൽതാഫ് സലീം ഞണ്ടുകൾ കഴിഞ്ഞിട്ട് എന്നെ അടുത്ത പടത്തിൽ ഓടും കുതിര ചാടും കുതിരയിൽ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കൊരു ഡേറ്റിന്റെ ഇഷ്യൂ കാരണം ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു സന്തോഷമാണ്. ഓക്കെ, അൽതാഫിന്റെ ഈ അൽതാഫായിട്ട് തന്നെ ഞാൻ മധുര മനോഹര മുഖത്തിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പം ഓക്കെ നൗ ഈസ് ആൻ ആക്ടർ. അപ്പം നമ്മുടെ ലൊക്കേഷനിലുണ്ടല്ലോ കൂടെ, അത് ഭയങ്കര സന്തോഷമുള്ളതായിരുന്നു. ഓക്കെ. അല്ല അപ്പം ഈ ക്യാരക്ടർ ഇപ്പോൾ കുറേ ചെയ്തേക്കുന്നത് നമ്മളതിൽ ട്രailer പോർഷനൊക്കെ കാണുമ്പോൾ കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു നിൽക്കുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ. എങ്ങനെയുണ്ടായിരുന്നു ആ ക്യാരക്ടർ? എങ്ങനെ ഉൾക്കൊണ്ടായി? ബേസിക്കലി ആക്ച്വലി എനിക്ക് കമ്പാരിറ്റീവ്ലി സ്ക്രീൻ സ്പേസ് കുറച്ച് കുറവാണ്. പക്ഷേ എങ്കിൽ പോലും ഈ സ്റ്റോറി ഭയങ്കരമായിട്ട് നമുക്ക് കണക്ട് ചെയ്യും ആസ് ഒരു ഫാന്റസി എന്നുള്ള ഫാക്ടർ അല്ല. പക്ഷെ ഒരു നോർമൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പൊ വീട്ടിൽ ഇങ്ങനത്തെ ഒരു ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഞാൻ പേഴ്സണലി ഞാൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ ഇയാള് ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം എന്നോട് കഥ പറഞ്ഞപ്പോൾ എനിക്കുള്ളൊരു പ്രശ്നം എനിക്ക് കുറവാണല്ലോ, സ്ക്രീൻ സ്പേസ് കുറവാണല്ലോ എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിലും പിന്നെ ഞാൻ വെച്ചാൽ ഞാൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് ഇത് എടുക്കും. സോ ഇറ്റ്സ് പാർട്ട് ഓഫ് എ ഗുഡ് മൂവി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം ആസ് എ ഹോൾ ഈ സ്റ്റോറി ഭയങ്കര രസമുള്ളതാണ്. ഇപ്പൊ ഈ ഗോഡ് വരുന്നതും അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഈ ജിജോന്റെ ലൈഫിൽ ഗോഡ് വരുന്നതിനൊരു റീസൺ ഈ ലിസി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ആക്ച്വലി അത് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതൊക്കെ ഭയങ്കര കുറച്ച് ഇമോഷണലി എനിക്ക് കണക്ട് ആയിരുന്നു ഇതിൽ എന്റെ പോർഷൻസ്. അപ്പൊ അതാണ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടർ ആയിരുന്നു എന്റെ ക്യാരക്ടർ. ഓക്കെ, അടിപൊളി. എന്തായാലും മനസ്സറിഞ്ഞ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും കുറച്ചാണെങ്കിലും. അതെ 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 എന്റെ പോർഷൻസ് വരുന്നതൊക്കെ ഭയങ്കര രസമുള്ള സീക്വൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടിപൊളി. അതുപോലെ ഒരൊറ്റ കാര്യം ഇദ്ദേഹത്തിനെ കാണുമ്പോൾ ചോദിക്കാതിരുന്നതാ, തണ്ണീർമത്തൻ വഴിയാണ് കയറി വന്നേക്കുന്നത്. ആ ടൈമിൽ ഇപ്പോൾ തൊട്ട് മുമ്പാണെങ്കിലും അധികം പ്രോഗ്രാമുകളോ പരിപാടികളോ ഒന്നും ചെയ്തിട്ടില്ല. ഓഡീഷൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന് പെട്ടതാണ്. അവിടെ വെച്ച് തന്നെയാണ് നെസ്ലിനും വന്ന് കണ്ടുമുട്ടുന്നത്. ഈ സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള നിങ്ങൾ സാധാരണ നമ്മൾ നാട്ടിലും നാട്ടുമ്പുറത്തെ കാണുന്ന പോലത്തെ 2 കുട്ടികളാണ്. അവിടെ വെച്ച് കണ്ടുപിട്ടിയപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? ഇത് കിട്ടും, ഞങ്ങൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും, ഇങ്ങനെ ഒരു ഉറപ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെ വെച്ച്? ഇല്ല, ഞാൻ ആക്ച്വലി എനിക്ക് ഈ മൂവി ചെയ്യണം എന്നുള്ളത് ചെറുപ്പമുള്ള
ചെറുപ്പം ഒരു ടൈം തൊട്ടുള്ള ഇതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആരോടും പറയൊന്നുമില്ല, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു, പരിപാടികളൊന്നും അറ്റൻഡ് ചെയ്യില്ല. അപ്പൊ ഞാനിത് ഈ ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ പോലും കോളേജിൽ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ആ വഴി പോയി അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ റാൻഡംലി കണ്ട ഒരാളാണ് നെസ്ലിൻ. അപ്പൊ ഞാൻ റൂമിൽ കയറിയിട്ട് എന്റെ സീൻ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് നെസ്ലിന്റെ അടുത്തുണ്ട് ബ്രോ എന്താ ചെയ്യിപ്പിച്ചതെന്ന് ചോദിക്കണത്. ഞാനിങ്ങനെ ഈ ഒരു സീനാണ് ജെയ്സൺ ഇങ്ങനെ മറ്റേ കീർത്തിനെ വിളിക്കുന്ന ഒരു സോങ് കെട്ടാണ്, അതാണ് ചെയ്യിപ്പിച്ചത്. അപ്പൊ ഞാൻ ഇതാണ് ചെയ്യിപ്പിച്ചത്. അപ്പൊ ആ ഡയലോഗ് ഞാൻ പറഞ്ഞു, അവര് കൗണ്ടർ പറയും എന്ന് പറഞ്ഞ് അവിടെ വെച്ച് കണ്ടു. അത് കഴിഞ്ഞ് എന്റെ കഴിഞ്ഞ് ഞാൻ പോയി, പിന്നെ അവനെ കണ്ടിട്ടില്ല. പിന്നെ വീണ്ടും കോള് വരുന്നു, സെലക്ട് ആയെന്ന് പറഞ്ഞ കോള് വന്നു. പിന്നെ ചാലക്കുടിയിലായിരുന്നു കുറച്ച് ദിവസത്തെ സെലക്ഷൻ പീരീഡ് ഒക്കെ, ഒരു ക്യാമ്പ് പരിപാടിയൊക്കെ. അപ്പൊ ഞാൻ അവിടെ വരുമ്പോൾ ഓൾറെഡി ഞാൻ വന്നതിന് മുമ്പ് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അന്ന് കണ്ടതിന്റെ പരിചയത്തില് അതുപോലെ ടീം വൈസ് ആണ് നമ്മൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്, ഒരു 4 പേരുള്ള ടീം. അപ്പൊ ഞാനും നെസ്ലിനും ഒരു ടീമായിരുന്നു, പിന്നെ വേറെ 2 ചെക്കന്മാരുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ടീമിൽ നിന്ന് നമ്മ 2 പേരാണ് സെലക്ട് ആയി. ആ ടൈമിലൊക്കെ നമുക്ക് അങ്ങനെ ഭയങ്കര പ്രതീക്ഷ ഒന്നല്ല, പക്ഷെ നമുക്ക് ഭയങ്കര കോണ്ടാക്ട് ഒക്കെ ഇല്ലേ, എല്ലാ കാര്യങ്ങളൊക്കെ നന്നായിക്കോളാം. നമ്മൾ ആദ്യമായിട്ടൊരു മൂവിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാവരും അത്യാവശ്യം മൂവികളൊക്കെ ചെയ്ത് ഇപ്പം നമ്മൾ മലയാള സിനിമയിലെ നടന്മാർ എന്ന് പറയുമ്പോൾ ആ ലിസ്റ്റിൽ നമ്മൾ എടുത്തു പറയുന്ന ആളുകളാണ് ഇരിക്കുന്നവരൊക്കെ. നമ്മൾ തുടക്ക ടൈമിൽ വരുമ്പോൾ നമുക്ക് പല അഭിപ്രായങ്ങളും തുറന്നു പറയാൻ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ടോ? മീൻസ് നമ്മളതിൽ തെറ്റിക്കഴിഞ്ഞ പ്രശ്നമാവും, ഇങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും അഭിപ്രായങ്ങൾ പോയിട്ട് ആ പോലും നമ്മൾ ആലോചിക്കാറില്ല. എന്നുവെച്ചാൽ ഇത് ഒന്നാമത് ഡയലോഗ് പഠിക്കുന്ന ഫിലിമാണ്. അതെ, ഫിലിം വേസ്റ്റ് ആക്കാൻ പാടില്ല, അപ്പം കറക്റ്റായിട്ട് ഡയലോഗ് പറയുക, ഇതൊക്കെയാണ് നമ്മുടെ ടെൻഷൻ. എങ്ങനെ ഡയലോഗ് തെറ്റിക്കഴിഞ്ഞാൽ ഉടനെ ഡയറക്ടർ എവിടെയാണെന്നുള്ള നമുക്ക് അറിയാലോ ഇരിക്കുന്നത്, ഡയറക്ടർ എങ്ങനെ നോക്കും. അപ്പം ചില ഡയറക്ടേഴ്സ് ബുദ്ധിപരമായിട്ട് അവര് നമ്മളെ നോക്കിയാൽ ഞങ്ങൾക്ക് ടെൻഷൻ ആകുമെന്ന് ഓർത്തിട്ട് അവർ നമ്മളെ നോക്കാണ്ട് ഇങ്ങനെ അടുത്തുള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്യും. അതിനായിരിക്കും അവരങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ നമ്മൾ നിർത്തി, അപ്പൊ നാച്ചുറലി നമ്മളായിരിക്കും നോക്കുന്നത് അവര്, പക്ഷെ അവര് കണ്ണു മാറ്റിക്കളയും. ചില സമയത്ത് ഡയറക്ടേഴ്സ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ടെൻഷൻ ആവും. ഒന്നാമത് നമ്മളെക്കാളും പ്രായമുള്ള ഡയറക്ടേഴ്സ് ആണ്, നമ്മളൊന്ന് യങ്സ്റ്റർ ആണല്ലോ, ഇവന്റെയൊക്കെ പ്രായമാണ് ആ സമയത്ത്. അപ്പൊ ആ ഒരു ടെൻഷൻ നിലനിൽക്കുമായിരുന്നു ആ സമയത്ത്. തീർച്ചയായിട്ടും. ഈ ഇപ്പൊ പല ആർട്ടിസ്റ്റുകളും പറഞ്ഞിട്ടുള്ള നമ്മൾ ആവശ്യത്തിന് പലരും നമ്മൾ വഴക്ക് പറയും, കാര്യങ്ങളൊക്കെ ചെയ്യും, അത് നല്ലതിന് നമ്മുടെ തെറ്റ് തിരുത്തി തരുന്നതാണ്. പക്ഷെ ചില സമയത്ത് അനാവശ്യമായിട്ടൊക്കെ ചിലവർ നമ്മൾ വഴക്ക് പറഞ്ഞ് നമ്മളെ ഹേർട്ട് ചെയ്ത് നമ്മൾ ആ സീൻ അന്നത്തെ ദിവസം കൊളവാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കും. ഇങ്ങനത്തെ ബിഹേവിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ, ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? 1-2 പ്രാവശ്യമൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഈ പറഞ്ഞ പോലെ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കും, അത് അവരുടെ അന്നത്തെ മൂഡ് സിറ്റുവേഷൻസോ ഒക്കെ അങ്ങനെ ആയിരിക്കും, അതുകൊണ്ട് ആയിരിക്കാം. ഈ ഞാൻ പണ്ട് സ്കൂളിൽ ഞങ്ങളുടെ കാലഘട്ടത്തിൽ സാറന്മാരൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴും ഞാൻ ഈ അടി കൊള്ളുമ്പോൾ പെയിൻ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ ഞാൻ തന്നെ ഓർക്കും, ചിലപ്പം അദ്ദേഹത്തിന്റെ വൈഫായിട്ട് ചിലപ്പോൾ വഴക്ക് പിടിച്ചിട്ടായിരിക്കും വന്നിരിക്കുന്നത്. വൈഫിനോട് ചിലപ്പോൾ ദേഷ്യം കാണിക്കാൻ പറ്റി കാണില്ല. അപ്പം നമ്മളിവിടെ ക്ലാസ്സിൽ ഇരുന്ന് മിണ്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പിടിച്ചിട്ട് നമുക്ക് ഇട്ട് നടന്നു തന്നു, അങ്ങനെ ചിന്തിക്കുമായിരുന്നു. അത് ഞാനൊരു വലിയ മനസ്സുള്ള ഒരാളാന്നുള്ളത് എന്നെ സ്വന്തം വിശ്വസിപ്പിക്കാൻ കൂടിയായിരുന്നത്. ഞാൻ പക്ഷെ വലിയ മനസ്സുള്ള ഒരാളൊന്നും അല്ല, പക്ഷെ ഞാൻ അങ്ങനെയാണ്. ഞാൻ കണ്ടോ സാർ ഒരു കുറ്റം ചെയ്തിട്ട് ഞാൻ ക്ഷമിച്ചു എന്നുള്ളത് നമുക്കൊരു ഫീൽ കിട്ടുമല്ല. അന്നത്തെ ദിവസം നമ്മള് മഹാത്മാവാണ് ഫീൽ കിട്ടുമല്ലോ. അപ്പൊ ആ ഒരു ഫീലിനും കൂടെ വേണ്ടിയായിരുന്നു. പക്ഷെ നമ്മളിത് ഒരു സാധനം ഹാബിറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് നമ്മുടെ കൂടെ അങ്ങ് ലൈഫ് ലോങ് നിൽക്കും. അപ്പൊ പിന്നെ ആര് നമ്മളോട് നെഗറ്റീവായിട്ട് എന്തെങ്കിലും പ്രവൃത്തി ചെയ്താലും അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം കാണുമായിരിക്കും, അതുകൊണ്ടാണല്ലോ ചെയ്തത്. അപ്പൊ നമ്മൾ തിരിച്ചൊന്നും പറയണ്ട. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് എടുക്കും. ഇപ്പം നല്ല സുഖം തോന്നുന്നുണ്ട്, ഇത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നല്ല സുഖം തോന്നാറുണ്ട്. പക്ഷെ ഞാനൊരു വലിയ മനസ്സിന്റെ ഉടമ എന്നുള്ള ഒരു ഫീൽ ഇല്ല, അത് കൊച്ചിലുണ്ടായിരുന്നു. തുടങ്ങിയ സമയത്തുണ്ടായിരുന്നു. അതും പറഞ്ഞു ഇപ്പൊ ആരും മെക്കിട്ടേറാൻ വന്നിട്ട് ഞാനൊന്നും പ്രതികരിക്കില്ല. അതുകൊണ്ട് എന്താണ് നീ എന്നോട് നിനക്കൊരു സുഖമല്ലേ ഈ മെക്കിട്ടേറി കഴിയുമ്പോൾ കിട്ടുന്നത്, ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ നിനക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്. ആക്ച്വലി പ്രതികരിച്ചില്ലെങ്കിൽ ദേഷ്യം കൂടുകയാ, ആ സാധനം വരും. എങ്ങനെ മറ്റേ ദീപക്കായിട്ട് എന്തിനാ ഏറ്റവും കൂടുതൽ അടിയുണ്ടാക്കിയാണ്? ദീപക് എന്നെ നല്ല സുഹൃത്താണ്. ഇനി പറഞ്ഞു അങ്ങനെ ചോദിച്ചാ അങ്ങനെയൊന്നുമില്ല, ഓരോ ദിവസം ഓരോ പോലെയാ. നമ്മള് ഇന്നൊരു കാരണം കൊണ്ട് എല്ലാ ദിവസവും അടി ഉണ്ടാക്കണം എന്നില്ല.
പല കാരണങ്ങൾ കൊണ്ട് പല ദിവസങ്ങൾ അടി ഉണ്ടാക്കാറുണ്ട്. എന്തായാലും അതൊരു സൈഡിലുണ്ട്, പിന്നെ ഒരു സൈഡിൽ ദൈവമുണ്ടെന്ന് പിന്നെ ഞങ്ങൾ അടി ഉണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞാൽ വീട്ടുകാർ വിചാരിക്കും ദൈവമേ ഇവരെന്താ ഈ വീടടിച്ചു പൊളിക്കുമെന്ന്, അങ്ങനെയും വിചാരിക്കും. പിന്നെ ഞങ്ങൾ സോൾവും ചെയ്യും. അത് അടിപൊളി. നമ്മുടെ ഈ അടുത്ത് മറ്റേ ഒരു മെന്റലിസ്റ്റ് എടുത്തിട്ട് ഒരു മെന്റലിസം ചെയ്തിട്ട് ഞാൻ നോക്കുമ്പോൾ ഫുള്ള് കയ്യിന്ന് പോയി. കയ്യിന്ന് പോയി എന്ന് പറഞ്ഞാൽ ഔട്ടായി. എനിക്ക് ആക്ച്വലി നാണക്കേടായി ആ വീഡിയോ പുറത്തു വന്നപ്പോ. ബിക്കോസ് എനിക്ക് തന്നെ എന്നെ കാണുമ്പോ മറ്റേ അയ്യേ ഇതെന്താ ഇങ്ങനെ എന്നുള്ള ഒരു ഇത്. പക്ഷെ അത് ആക്ച്വലി ഭയങ്കര കൊറേ കമന്റ്സ് വന്നത് ഇത് അഭിനയമാണ്. പടത്തിന്റെ ആനന്ദ് ശ്രീബാലയുടെ സമയത്ത് ഞാന് അഭിലാഷ് എല്ലാരും കൂടെ പോയപ്പം നമ്മള് ലിഫ്റ്റിൽ വെച്ച് കണ്ടതായി പുള്ളിനെ. അപ്പൊ മെന്റലിസം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്നാ റൂമിലേക്ക് അന്ന് വെച്ചിട്ട് അവനെ റൂമിൽ കൊണ്ടുപോയിട്ട് അവൻ മെന്റലിസം ചെയ്തു. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അടുത്തിരിക്കുന്നത് വിജയ് സാറാണ്. സംഭവം എന്താന്ന് വെച്ചാൽ ഇവർ ഈ മെന്റലിസം ചെയ്യുന്നത് ഒരു ഹാഫ് ആൻ അവർ ഇതിനു മുമ്പ് നമ്മളെ മാത്രം ഹിപ്നോട്ടൈസ് ചെയ്യും. അതിനുശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ കാണുമ്പോൾ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഉറങ്ങുന്നത്, മേക്കപ്പ് എന്ന് പറയുമ്പോൾ എഴുന്നേക്കുന്നു. അപ്പൊ ഇതെന്താ ഇങ്ങനെയൊക്കെ പറ്റുമോ എന്നുള്ളത്. പക്ഷെ അതിന് മുമ്പ് ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. മറ്റേ ഈ ക്ലിനിക്കിലൊക്കെ ചെയ്യുന്ന പോലെ ഇവർ കുറെ നേരം എന്തൊക്കെയോ ചെയ്ത് നമ്മൾ ആക്ച്വലി ഹിപ്നോട്ടൈസ്ഡ് ആവും. പുള്ളി പറയുന്നുണ്ട് ഇതൊരു ഫണ്ണല്ല, ഇത് പ്രോപ്പർ ഹിപ്നോട്ടൈസിങ് ആണ്, അതിന് റെഡി ആണെങ്കിൽ മാത്രം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഓക്കെ എന്നുള്ള രീതിയിൽ ചെയ്തത്. പക്ഷെ എനിക്ക് അതിന്റെ ഒരാഴ്ച മുമ്പ് എന്നെ എടുത്തിട്ട് മറ്റേ മഞ്ഞുമൽ ബോയ്സിലെ ഗുണ പോയിന്റിൽ ഇട്ടവൻ കിട്ടിയില്ലേ. പിന്നെ ഞാൻ പൊട്ടിക്കറിഞ്ഞു ആ വീഡിയോ കണ്ടിട്ട് എനിക്കും തോന്നി അത് തന്നെ. ബിക്കോസ് ഇത് ആരും പറഞ്ഞ വിശ്വസിക്കൂല. ഇങ്ങനെ ഇത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്തു. എന്നോട് പറഞ്ഞു രണ്ടുപേരും ലാലേട്ടനാണ്. അപ്പൊ എനിക്ക് ഉള്ളിൽ എവിടെയോ ഒരു രണ്ടുപേരും ഇങ്ങനെ ആവാന്നുള്ളൊരു തോന്നലും വരും. പക്ഷെ ഐ എം ആക്ച്വലി സീയിങ്, നമുക്ക് കറക്റ്റ് അത് തന്നെ ഫീൽ ചെയ്യും. ഓർമ്മയുണ്ടാവും. എനിക്ക് ഓർമ്മയാണ്. എനിക്ക് ഉണർന്നപ്പം ബിക്കോസ് എനിക്ക് ഒരു പോയിന്റിൽ ഏതോ ഒരു പോയിന്റിൽ ഇവർ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നവരെ കാണാമല്ലോ. അപ്പൊ എനിക്ക് എന്തൊക്കെയോ ഒരു എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ലൈക്ക് ഇതല്ലല്ലോ റിയൽ എന്നുള്ളൊരു സാധനം എനിക്ക് ഫീൽ ചെയ്തു. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഇവന്റെ അടുത്ത് അത് വീഡിയോയിലില്ലെന്ന് തോന്നുന്നു, ഇടയ്ക്ക് ഞാൻ പറഞ്ഞു മതി എനിക്കെന്തോ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യണ്ടെന്നുള്ളത്. നമുക്ക് ഭയങ്കര ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റ് ആയിരുന്നു. പക്ഷെ എന്നിട്ട് പിന്നെ ഇവൻ നമ്മളെ നോർമൽ ആക്കുന്നതും ഇവൻ എന്തോ പറഞ്ഞിട്ടാണ് നോർമൽ ആക്കുന്നത്. എനിക്കറിയില്ല, ഓരോ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറുമായിരിക്കും. തീർന്നില്ലേ നമ്മളാരും തിരിച്ചു. ഞാൻ വാവിട്ട് ഇറങ്ങി ഗുണ പോയിന്റിലും ഉണ്ട്. ഞാൻ എന്റെ പിന്നെ കുട്ടേട്ടാന്ന് വിളിച്ച് അലറിഞ്ഞ് കണ്ണീന്നൊക്കെ ഉള്ളപ്പോ എന്റെ ചുറ്റും നിൽക്കുന്നവരൊക്കെ ചിരിച്ച് അത്തെന്ന് പറയണേ. ഭാഗ്യം ഒരാളുണ്ടല്ലോ അത്. ബിക്കോസ് ആര് ഞാൻ പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല ഇത് സത്യമാണ്. എല്ലാരും പറയുന്ന ഈ പടത്തിന്റെ പ്രൊമോഷന് വേണ്ടി ഇപ്പൊ എന്തൊക്കെ കാണിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇത് എന്തോ ഒരു സാധനം ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സണ്ണിച്ചന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തെടുക്കാൻ ശ്രീനാഥനോട് പറഞ്ഞ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. എനിക്ക് പേടി ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ. മരിച്ചുപോയ അച്ചാച്ചനെ കണ്ടു അങ്ങനെയൊക്കെ കാണാൻ പറ്റും. അഭിലാഷൻ ബ്രദറിനെ കണ്ടായിരുന്നു, മരിച്ചുപോയ ബ്രദറിനെ കാണിച്ച് കരച്ചിലായിരുന്നു. പുള്ളി ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ഫ്രണ്ടിൽ അന്ന് എന്റെ അടുത്തൊക്കെ ഇവർ ആരൊക്കെ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ വരും. നമ്മളിങ്ങനെ പകുതി ഉറക്കത്തിൽ സ്വപ്നം കാണൂലേ, സഭാകമ്പം ഉണ്ടാവില്ല. അതെ നമ്മളവൻ പറയാനായിട്ട് ഞാൻ മോഹൻലാലാന്ന് പറഞ്ഞ ക്യാമറമാന്റെ കൂടെ പോയി സെൽഫി എടുത്ത് എനിക്ക് എന്തൊരു സന്തോഷം അറിയാമോ. എല്ലാം കഴിഞ്ഞ് എഴുതിട്ട് ഇതാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞ നീയായിരുന്ന കൊറേ. എന്നോട് പറഞ്ഞു ഇനി കണ്ണുറങ്ങുമ്പോ PT ടീച്ചർ ആയിരിക്കും. എന്താ ജോലിയും PT ടീച്ചറാ. നമ്മള് ആൻസർ പറയാൻ എങ്ങനെയായിരിക്കും. അയ്യോ നമ്മള് ധോണിയാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് സംസാരിക്കുന്നത് ധോണിയുടെ പിന്നെ ഇത് പേര് മറക്കുമെന്ന്. ഇനി കണ്ണു പറഞ്ഞാൽ നിങ്ങളുടെ പേര് നിങ്ങൾ മറക്കുന്നു. എന്നിട്ട് പേരെന്താ ചോദിക്കുമ്പോ നമുക്ക് എത്ര ആലോചിച്ചിട്ടും കിട്ടൂല ഈ സാധനം. പേരെന്താന്ന് കിട്ടൂല. ഇനി കിട്ടും, അപ്പൊ കിട്ടും. അത് എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒറ്റയ്ക്ക് പുള്ളിനെ റൂമിൽ വിളിച്ചിട്ട് വീഡിയോ ഒന്നും എടുക്കാതെ ട്രൈ ചെയ്തു. അത് അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആരും പറഞ്ഞാലും വിശ്വസിക്കൂല. ശരിയാ, നമുക്ക് ട്രൈ ചെയ്യാം. അടുത്തൊരു ഓപ്ഷൻ പറ്റേ. അപ്പൊ എന്തായാലും ഒറ്റ കാര്യം കൂടി അതും കൂടി സംസാരിച്ചിട്ട് നമ്മൾ എന്തായാലും ഇന്റർവ്യൂ അതിൻ്റെ നല്ല രസമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ഒരു കൂട്ടുകെട്ടാണ് നമ്മൾ അതിൽ കാണാൻ പോകുന്നത്. സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വരിപ്പതാ കണ്ടില്ല, എന്ത് രസമായിട്ട് നമ്മൾ സന്തോഷിച്ച് സംസാരിച്ചൊക്കെ പോകുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഇൻഡസ്ട്രി, ഒരുപാട് മലയാളികളെ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ മേടിച്ചെന്ന ഇൻഡസ്ട്രിയാണ് നമ്മുടെ സിനിമ ഇൻഡസ്ട്രി. ഇപ്പോൾ പല ലഹരിയുടെയും ഇതിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ട് പല രീതിയിൽ പല പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ എന്താ പറയാൻ കേട്ടോ? ഒന്നും പറയാനില്ല. അല്ല, ആക്ച്വലി എന്താ പറയേണ്ടത് ഇതിനെക്കുറിച്ച് നമുക്ക് ആക്ച്വലി ഒന്നും പറയാനില്ല. സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ
അത് ഇനി സംഭവിക്കാതിരിക്കട്ടെ, എക്സാക്ട്ലി. അത്രേ ഉള്ളൂ. എക്സാക്ട്ലി. നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ഇതിലേക്കും പോകുന്നില്ല, കാരണം ജസ്റ്റ് ഒരൊറ്റ വാക്കിൽ അത് സംസാരിച്ചാൽ നിർത്തണം. കാരണം സംസാരിക്കാൻ തന്നെ താല്പര്യം. സിനിമ മൊത്തത്തിൽ മോശമാണെന്ന് മാത്രം ആൾക്കാർ വിചാരിക്കരുത്. അതിലേക്കാണ് പലരും ഇപ്പോൾ അങ്ങനെ. പണ്ടൊരു പേരുണ്ടായിരുന്നു, അതായത് പണ്ട് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇല്ല കുട്ടികളെ ഞങ്ങൾ സിനിമയിലേക്ക് വിട്ടു, ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാൽ ആരോ പറഞ്ഞു വരുത്തിയ കഥകളുടെ പുറത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം ആക്റ്റീവ് ആയപ്പോൾ ആൾക്കാർക്ക് നമുക്ക് കാണാം, വിസിബിൾ ആണല്ലോ എന്താണ് സിനിമ, എന്താ അവിടെ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര കൂളായിട്ട് ഇതിലേക്ക് വരുന്നു, ഒരു ടെൻഷനും ഇല്ല. പക്ഷേ ഒരു സൈഡിൽ ഇപ്പോൾ അതാ വീണ്ടും തിരിച്ച് ആൾക്കാർ കുട്ടികളൊക്കെ ഇല്ലില്ല ഒരിക്കലും ചെയ്യരുത്, ഭയങ്കരമായിട്ട് സ്പ്രെഡാവുന്നു. അത് നമ്മുടെ ഇൻഡസ്ട്രീനെ വളരെ നല്ല രീതിയിൽ അത് ബാധിക്കുന്നുണ്ട് ഒരു സൈഡിൽ. അപ്പം അതിന് എന്താണ് ഒന്ന് ജസ്റ്റ് എന്താണ് ഒന്ന് ഓഡിയൻസിനോട് ഒരൊറ്റ വാക്കിൽ പറഞ്ഞു നിർത്താനുള്ളത്? അതാ ഞാൻ പറഞ്ഞത്, ഒറ്റ വാക്കിൽ. അല്ല, സിനിമ മൊത്തത്തിൽ മോശമല്ല എന്നുള്ളതാണ്, എല്ലാ മേഖലയിലും ഉണ്ട്. ഓണസ്റ്റ്ലി ഞാൻ പുറത്തൊരു 3.5 വർഷം വർക്ക് ചെയ്ത ഒരാളാണ്. എനിക്ക് ഒരാളുടെ മുഖത്ത് ഒറ്റടി കൊടുക്കേണ്ടി വന്നത് സിനിമയിലല്ല, പുറത്താണ്. അപ്പൊ ഞാൻ പറയുന്നത് എല്ലായിടത്തും നല്ലവരും മോശം ആൾക്കാരും ഉണ്ട്. അപ്പൊ നമ്മൾ എല്ലായിടത്തും കെയർഫുൾ ആവണം. ഇത് സിനിമ എന്ന് പറഞ്ഞ കാര്യം ഭയങ്കര പ്രൊജക്ട് ചെയ്ത് എല്ലാവരും സംസാരിക്കുന്നത് കൊണ്ട് സിനിമ ഭയങ്കര മോശമാണെന്നുള്ളത്. ഞാൻ ഒരുപാട് സിനിമയിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത സിനിമയിൽ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് പറയാം, എനിക്ക് അങ്ങനെ മോശപ്പെട്ട ആൾക്കാരുടെ കൂടെയോ മോശപ്പെട്ട രീതിയിൽ എന്നോട് ബിഹേവ് ചെയ്യുന്ന കൂടെ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വരുന്നത് ഒരു സിനിമ സെറ്റിലേക്കാണ്. ഏറ്റവും എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാരെ കൊണ്ടുവരാൻ പറ്റുന്നത് സിനിമ സെറ്റിലേക്കാണ്. വേറൊരു ജോലിക്കും നമ്മുടെ അച്ഛനും അമ്മയും കൊണ്ടുപോയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അങ്ങനെയുള്ളൊരു മേഖലയിൽ വരാൻ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ ഏത് ജോലി ചെയ്യാനുള്ള പേടിയും കരുതലും ഈ ജോലിക്കും വേണമെന്നുള്ളതേ ഉള്ളൂ. എല്ലായിടത്തും നല്ലതും മോശമുണ്ട്, നല്ല വഴിയിലൂടെ പോവാൻ നമ്മൾ നല്ലത് മാത്രം തെരഞ്ഞെടുത്ത് മുമ്പോട്ട്. അതെ, അങ്ങനെ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. എന്തായാലും വളരെ കുറച്ച് സമയമുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റി. എന്തായാലും ഇനിയിപ്പോൾ ഈ സിനിമ തിയേറ്ററിലേക്ക് 16-ാം തീയതി എത്തുകയാണ്, നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു വൻ സക്സസ് ആവട്ടെ. ഈ ടീം ചേട്ടൻ പറഞ്ഞ പോലെ ഈ ടീമിന്റെ അടുത്തൊരു വർക്ക് കൂടി വരട്ടെ, എല്ലാവരും വീണ്ടും കാണട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നു. ഇതിന്റെ സക്സസ് പാർട്ടിക്ക് നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.